أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا صدق الله المولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. فإن هزن فمدهوك لي سروري وإن نقنط فحمدك لي رجائي. الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله. വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിത മഹത്തുക്കൾ, സ്നേഹനിധികളായ മുഅ്മിനീങ്ങൾ, സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭം നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഹസ്രത്ത് ഷാഹുൽ ഹമീദ് വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളുടെ മഹനീയ സാന്നിധ്യത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹു അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ അവന്റെ ദാക്ഷിണ്യം കൊണ്ട് നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. മാറാവ്യാധി രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും കാക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്, വളരെയേറെ ജനബാഹുല്യം ഉള്ളതുകൊണ്ട് ഒരുപാട് കവർച്ചക്കാരായ ആളുകൾ ഈ പരിസരത്ത് ചുറ്റുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമ്മുടെ ഒരു സ്ത്രീയുടെ കാലിന്റെയും അതുപോലെ മറ്റും സ്വർണങ്ങൾ കക്കപ്പെട്ടതായി വിവരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശബ്ദം കേൾക്കുന്ന എല്ലാ സഹോദരിമാരും നിങ്ങളുടെ സ്വർണങ്ങൾ, നിങ്ങളുടെ ആഭരണങ്ങൾ വളരെയേറെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. നേരത്തെ ഉസ്താദ് അവറുകൾ സൂചിപ്പിച്ചതുപോലെ ഈ മഹത്തായ സദസ്സിൽ നിന്ന് ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് കട്ടുകൊണ്ട് ലാഭങ്ങൾ നേടാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്നേക്കുമുള്ള നഷ്ടത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്ന് മഹാനായ വലിയവറുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സഹോദരങ്ങളെ, നാം എല്ലാവരും ആശാകാംക്ഷയോടെ കാത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അവറുകൾ അല്പം സമയത്തിനകം ഇൻഷാ അല്ലാഹ് നമ്മുടെ വേദിയിൽ എത്തിച്ചേരുന്നതാണ്. ഇൻഷാ അല്ലാഹ് നേരത്തെ ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ, ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പും നാം ബന്ധപ്പെട്ടപ്പോൾ കന്യാനത്തേക്ക് ഞാൻ നിർബന്ധമായും വരുമെന്ന് ഞങ്ങളോട് വാക്ക് തന്നിട്ടുണ്ട്. വരുമെന്ന് മാത്രമല്ല, വളരെ നല്ല ഒരു പ്രഭാഷണവും കൂടി നടത്തുമെന്ന് ഞങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ സന്തോഷം ഈ സദസ്സിലുള്ള എല്ലാ മുഅ്മിനീങ്ങളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാന്മാരായ പണ്ഡിതന്മാരും സാദാത്തുക്കളും ആ പണ്ഡിത മഹത്തുക്കളുടെ പിന്നിലാണ് നാം എപ്പോഴും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത്തബിഉൽ ഉലമാ ഫഇന്നഹും സുറുജുദ് ദുനിയ വ മസാബിഹുൽ ആഖിറ. നിങ്ങൾ പണ്ഡിതന്മാരുടെയും ആലിമീങ്ങളുടെയും പിന്നിൽ അടിയുറച്ചു നിൽക്കുക.
ഫഇന്നഹും സുറുജുദ് ദുനിയ വമസാബിഹുൽ ആഖിറ. അവർ നിങ്ങൾക്ക് ഈ ദുനിയാവിലും നാളെ പരലോകത്തിലും വെളിച്ചം കാട്ടുന്ന വൈകാട്ടികളാണ് എന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ആ നിലക്ക് നാം മഹാന്മാരായ പണ്ഡിതന്മാരെയും സ്വാലിഹീങ്ങളെയും സാദാത്തുകളെയും കാത്തു നിൽക്കുമ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലമാണ് നമ്മൾക്ക് നൽകുന്നത് എന്ന് നാം എല്ലാവരും മനസ്സിലാക്കിയവരാണ്. ഇൻഷാ അല്ലാഹ് അല്പനിമിഷത്തിനകം ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അവറുകൾ നമ്മുടെ വേദിയിലേക്ക് എത്തുമ്പോൾ അത്തരം സമയങ്ങൾ നാം വെറുതെ ഇവിടെ കളയുന്നത് വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ എണീച്ചു നിന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളായ നാം, മോമിനീങ്ങളായ നാം നമ്മുടെ സമയങ്ങൾ നഷ്ടപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയ ഒരു നഷ്ടമായി നാം കണക്കിലാക്കുന്നവരാണ്. മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ഉസ്താദ് അവറുകൾ ബഹുമാനപ്പെട്ടവരെ ധാരാളം ഉപദേശിച്ച കൂട്ടത്തിൽ പറഞ്ഞു, വമല്ലം യഅരിഫിൻ നഖ്സ മിൻ ഔഖാതിഹി കുല്ലു ഔഖാതിഹി നഖ്സ്. സമയം നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് ബോധമില്ലെങ്കിൽ, സമയം നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് ചിന്തയില്ലെങ്കിൽ അവന്റെ മുഴുവൻ സമയവും നഷ്ടത്തിലാണെന്ന് മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളോട് അവിടുത്തെ ഉസ്താദ് അവറുകൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളായ നമ്മൾ എല്ലാ സമയത്തും അല്ലാഹുവുമായി ബന്ധപ്പെടേണ്ടവരാണ്. അല്ലാഹുവിലേക്ക് ധാരാളം ഇബാദത്തുകൾ ചെയ്ത് നമ്മുടെ നന്മയുടെ അക്കൗണ്ടുകൾ വർദ്ധിപ്പിക്കേണ്ടവരാണ്. ഏത് സമയത്തും അല്ലാഹുവിലേക്ക് എത്ര ഇബാദത്തുകൾ ചെയ്യാൻ കഴിയുമെന്നാണ് ഒരു മുസ്ലിമായ മുഅ്മിനായ മനുഷ്യൻ ചിന്തിക്കേണ്ടത്. ആ നിലക്ക് നാം നോക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മുഅ്മിനായ മുസ്ലിമായ മനുഷ്യന്റെ 24 മണിക്കൂറും അല്ലാഹുവിനെ ഇബാദത്തായി മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരുടെ കൂട്ടത്തിൽ ബിസിനസ്സുകൾ നടത്തുന്നവരുണ്ടാകാം, കൂലിപ്പണികൾ നടത്തുന്നവരുണ്ടാകാം, വണ്ടി ഓടിക്കുന്നവരുണ്ടാകാം, ആ നിലക്ക് പല നിലക്കുള്ള കച്ചവടങ്ങളും ഏർപ്പാടുകളും നടത്തുന്നവരുണ്ടാകാം. ഈ എല്ലാ ഏർപ്പാടുകളും, ഈ എല്ലാ ബിസിനസ്സുകളും, ഈ എല്ലാ ഭൗതികമായ താല്പര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചിന്ത, നമ്മുടെ നിയ്യത്ത് എന്തായിരിക്കണമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ഡ്രൈവർ, ബിസിനസ് നടത്തുന്ന ഒരു മുതലാളി, അഥവാ സിമന്റ് എടുക്കുന്ന സിമന്റ് തൊഴിലാളി, അതുപോലെയുള്ള കൂലിപ്പണി എടുക്കുന്ന ആളുകൾ അവരവരുടെ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ, ജോലികൾ നടത്തുമ്പോൾ അവർ ചിന്തിക്കേണ്ടത്, പടച്ച റബ്ബേ, ഈ സമ്പത്തിലൂടെ, സമ്പാദ്യത്തിലൂടെ എനിക്ക് ഒരേ ലക്ഷ്യമുള്ളൂ. എന്താണ് എന്റെ ലക്ഷ്യം? ഈ സമ്പാദ്യത്തിലൂടെ എന്റെ ഭാര്യന്മാരെയും മക്കളെയും ഞാൻ വളർത്തിയെടുക്കേണ്ടവനാണോ? എന്റെ മക്കൾക്കും എന്റെ ഭാര്യക്കും ഞാൻ ഹലാലായ സമ്പത്ത് തീറ്റിക്കേണ്ടവനാണോ? ഹറാമായ സമ്പത്ത് എന്റെ മക്കളുടെയോ എന്റെ ഭാര്യയുടെയോ ശരീരത്തിലേക്ക് കടന്നു പോകരുത്. കാരണം എന്താണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വമാ നബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. ഏതൊരു മനുഷ്യന്റെ ശരീരവും ഹറാമുമായി ബന്ധപ്പെട്ട്, പടച്ച റബ്ബ് പൊരുത്തപ്പെടാത്തതുമായി ബന്ധപ്പെട്ട് വളർന്നു വരുമ്പോൾ ആ ശരീരം നരകവുമായി ബന്ധപ്പെട്ടതാണെന്നു നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണോ? അതുകൊണ്ട് സഹോദരന്മാരെ, നരകത്തെ തൊട്ട് കാക്കേണ്ടതോ, നരകത്തെ തൊട്ട് സംരക്ഷിക്കേണ്ടതോ നമ്മുടെ സ്വന്തം ശരീരത്തെ മാത്രമല്ല, നമ്മുടെ ഭാര്യന്മാരുടെ ശരീരങ്ങൾ, നമ്മുടെ മക്കളെ ശരീരങ്ങൾ നരകത്തെ തൊട്ട് മോചിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ,
നിങ്ങളെ ശരീരത്തെയും നിങ്ങളെ ഭാര്യ മക്കളുടെ ശരീരങ്ങളെയും നരകത്തിൽ നിന്ന് നിങ്ങൾ സൂക്ഷിച്ചോ. അതുകൊണ്ട് സഹോദരന്മാരെ, നാം മാത്രം ഹലാല് ഭക്ഷിച്ചാൽ പോരാ, നമ്മുടെ മക്കൾക്കും ഹലാല് തീറ്റിക്കേണ്ടതുണ്ട്, നമ്മുടെ മക്കൾക്കും ഹലാല് കൊടുക്കേണ്ടതുണ്ട്. ആ നിലക്ക് ചിന്തിക്കുമ്പോൾ പടച്ച റബ്ബിനോട് നിയ്യത്ത് നന്നാക്കിക്കൊണ്ട് ഭൗതികമായ ലോകത്തുള്ള ആധുനികമായ ഈ ഭൗതികമായ ലോകത്തുള്ള ജീവിത മാർഗങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലാഹു വലിയ പ്രതിഫലം തരുകയാണ്. അതൊരു ഇബാദത്തായി മാറ്റിയെടുക്കാൻ കഴിയും. കാരണം സഹോദരന്മാരെ, അറിഞ്ഞിട്ടോ അറിയാതെയോ ശരീരത്തിലേക്ക് ഒരൊറ്റ ഒരു പടച്ച റബ്ബ് പൊരുത്തപ്പെടാത്തത് കടന്നു പോകരുത്. അല്ലാഹു തആല ഇഷ്ടപ്പെടാത്തത്, പടച്ച റബ്ബ് ഹലാലായി കണക്കാക്കാത്തത് ശരീരത്തിലേക്ക് വയറ്റിലേക്ക് കടന്നു പോകരുത്. മഹാന്മാരായ സ്വഹാബത്ത് അത് ചിന്തിച്ചവരാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്കൂ, മഹാന്മാരായ സ്വഹാബത്ത് അവരെ മക്കൾക്ക് എത്രമാത്രം ഹറാമിനെ സംബന്ധിച്ച് സൂക്ഷിച്ചു നിങ്ങൾക്കറിയാമല്ലോ. ധാരാളം കേൾക്കുന്ന വിഷയമാണ്. മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു മദീനത്തെ ഏറ്റവും വലിയ ഫഖീറാണ്, ഏറ്റവും വലിയ പാവപ്പെട്ടവനാണ്. ആ അബൂ ദുജാന റളിയല്ലാഹു അൻഹു എല്ലാ സ്വഹാബികളെ പോലെ സുബ്ഹിയുടെ ജമാഅത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നിൽ വന്ന് മഅ്മൂമായി നിസ്കരിക്കുന്നു. ആ നിസ്കരിച്ചുകൊണ്ട് മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും സുബ്ഹ് നിസ്കാരത്തിന്റെ ദുആക്ക് നിൽക്കാതെ അതാ നേരത്തെ തന്നെ എണീച്ചു പോകുന്നു. സഹോദരന്മാരെ, സുബ്ഹിന്റെ ജമാഅത്തിന് പള്ളിയിലേക്ക് വന്ന അബൂ ദുജാന റളിയല്ലാഹു അൻഹു ദുആഇന് നിൽക്കാതെ നേരെ തന്നെ വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു മോമിനീങ്ങളെ, സുബ്ഹിന്റെ ജമാഅത്ത് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നത് ആണുങ്ങൾക്ക് ഏറ്റവും വലിയ പുണ്യമുള്ള കാര്യമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സല്ലാ സ്വലാത്ത സുബ്ഹി ഫീ ജമാഅത്തിൻ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. ആരെങ്കിലും സുബ്ഹ് നിസ്കാരം ജമാഅത്തായി പള്ളിയിൽ വന്നു ഇമാമിന്റെ കൂടെ നിസ്കരിച്ചാൽ അന്നത്തെ അവന്റെ ജീവിതം മുഴുവനും അല്ലാഹുവിന്റെ ഉത്തരവാദിത്തത്തിലാണ്. അല്ലാഹു ആ ജവാബ്ദാരി ഏറ്റെടുത്തവനാണ്. അതുകൊണ്ട് അവൻ ഭയപ്പെടേണ്ടതില്ല. അവനന്ന് റോട്ടിൽ വെച്ച് ചെതഞ്ഞ് മരിക്കേണ്ടതില്ല. അവനന്നത്തെ ബിസിനസ്സിൽ നഷ്ടം വരൂല. കാരണം എന്തേ? രാവിലെ സുബ്ഹിന്റെ ജമാഅത്ത് പള്ളിയിൽ വന്ന് നിസ്കരിച്ചവനാണ്. വലിയ പ്രതിഫലമല്ലേ മോമിനീങ്ങളെ? നിങ്ങൾക്കറിയുമോ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുബ്ഹ് നിസ്കാരത്തിന്റെ ജമാഅത്തിന് എല്ലാ ദിവസവും വരുന്ന മഹാനാണ് സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു. അതാ സുഹൃത്തുക്കളെ, ഒരു ദിവസം സുബ്ഹിന്റെ ജമാഅത്തിന് കാണുന്നില്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ ഇമാമു നിന്ന് നിസ്കരിച്ചു പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുകയാണ്. നടക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയെ കാണുകയാണ്. ഉമ്മയെ കാണുമ്പോ ചോദിച്ചു, അതല്ല മകനെവിടെ? സുബ്ഹിന്റെ ജമാഅത്തിന് മകനെ കണ്ടില്ലല്ലോ. ആ സമയത്ത് പ്രിയപ്പെട്ട ഉമ്മ പറയുകയാണ്, ഉമറേ, എന്റെ മകൻ ഇന്നലെ രാത്രി സുബ്ഹി വരെ നിസ്കാരത്തിലാണ്. ഇന്നലെ രാത്രി സുബ്ഹി വരെ എന്റെ മകൻ നിസ്കാരത്തിലാണ്. രാത്രി സുബ്ഹി വരെ ഖുർആൻ ഓതി, രാത്രി സുബ്ഹി വരെ സ്വലാത്ത് ചൊല്ലി. പക്ഷേ സുബ്ഹി വരെ നിസ്കരിച്ചതിന്റെ പേരിൽ, സുബ്ഹി വരെ ഖുർആൻ ഓതിയതിന്റെ പേരിൽ, സുബ്ഹി വരെ സ്വലാത്ത് ചൊല്ലിയതിന്റെ പേരിൽ എന്റെ മകന് രാവിലെ സുബ്ഹി ബാങ്ക് കൊടുക്കുമ്പോൾ മയങ്ങിപ്പോയി ഉമറേ.
സുബ്ഹിന്റെ ജമാഅത്തിന് വരാൻ കഴിഞ്ഞില്ല. രാത്രിയുള്ള നിസ്കാരം എത്ര പുണ്യമുള്ള നിസ്കാരമാണ് സഹോദരന്മാരെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി സുബ്ഹി വരെ നിസ്കരിച്ചു എന്ന് ചരിത്രത്തിൽ കാണുന്നുണ്ടല്ലോ, ഹദീസിൽ കാണുന്നുണ്ടല്ലോ. വലിയ പ്രതിഫലമുള്ള മഹത്വമുള്ള നിസ്കാരമല്ലേ രാത്രിയുടെ നിസ്കാരം. ആ നിസ്കാരം അങ്ങ് ബഹുമാനപ്പെട്ട സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു നോക്കുമ്പോ സുബ്ഹിന്റെ ജമാഅത്തിന് എത്താൻ കഴിഞ്ഞില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇതന്വേഷിച്ചു നോക്കുമ്പോ അറിയാൻ കഴിഞ്ഞു, അതേ രാത്രി സുബ്ഹി വരെ നിസ്കരിച്ചത് കൊണ്ട് വരാൻ കഴിഞ്ഞില്ലെന്നറിഞ്ഞു. ഇതങ്ങ് പറഞ്ഞു നോക്കുമ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാണ്, ഉമ്മാ നിങ്ങൾക്കൊരു വിവരമറിയുമോ? നിങ്ങളെ മകന് രാത്രി സുബ്ഹി വരെ നിസ്കരിച്ചതിന്റെ പേരിൽ പള്ളിയിലേക്ക് വരാൻ കഴിഞ്ഞില്ലല്ലോ. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അതേ രാത്രി സുബ്ഹി വരെ നിസ്കരിക്കുന്നതിനേക്കാൾ, രാത്രി സുബ്ഹി വരെ ഖുർആൻ ഓതുന്നതിനേക്കാൾ, രാത്രി സുബ്ഹി വരെ സ്വലാത്ത് ചൊല്ലുന്നതിനേക്കാൾ ഏറ്റവും പുണ്യമുള്ളത് സുബ്ഹിന്റെ ജമാഅത്താണ് കേട്ടോ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സുബ്ഹിന്റെ ജമാഅത്ത് വലിയ പുണ്യമുള്ളതാണ്. രാത്രി സുബ്ഹി വരെ നിസ്കരിക്കുന്നതിനേക്കാൾ മഹത്വമുള്ളതാണ്. മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു സുബ്ഹി വരെ അതാ സുബ്ഹിന്റെ ജമാഅത്തിന് വന്നു, പക്ഷെ ദുആഇന് നിൽക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കോടതിയിലേക്ക് കേസ് പോവുകയാണ്. മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അബൂ ദുജാന, സുബ്ഹിന്റെ ജമാഅത്ത് കഴിഞ്ഞു ദുആഇന് നിൽക്കാതെ പോകുന്നുവോ? സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട്, 5 വക്ത് നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ അതാ തിരിഞ്ഞിരുന്ന് ദുആ ചെയ്യാറുണ്ടെന്ന് എല്ലാ ഇമാമികളും രേഖപ്പെടുത്തുകയാണ്. ഇബ്നു തൈമിയ അടക്കം രേഖപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനതിനാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മുദ്ദിനാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സമരിനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞിരുന്ന് ദുആ ചെയ്യുമെന്ന് ഹദീസിൽ കാണുന്നുണ്ട്. ഹബീബായ നബി തങ്ങളെ ദുആഇന് നിൽക്കാതെ അബൂ ദുജാന റളിയല്ലാഹു അൻഹു തിരിഞ്ഞു പോകുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ അന്വേഷിക്കുമ്പോ അബൂ ദുജാന തങ്ങളെ മറുപടി, നബിയേ, വീട്ടിൽ 2 മക്കളുണ്ട് യാ റസൂലല്ലാഹ്. വകതിരിവില്ലാത്ത മക്കളാണ്, ഹറാം ഹലാൽ അറിയാത്ത മക്കളാണ്. ആ മക്കൾ ഇന്നലെ രാവിലെ ഭക്ഷണം കഴിച്ചവരാണ്, ഇന്നലെ ഉച്ചക്ക് കഴിച്ചിട്ടില്ല, ഇന്നലെ രാത്രി കഴിച്ചിട്ടില്ല. രാവിലെ എണീച്ചു നോക്കുമ്പോ 2 വയസ്സ് പ്രായമുള്ള എന്റെ കുട്ടികള് എന്റെ നേരെ അയൽവാസിയായ യഹൂദിയുടെ ഈത്തപ്പന മരത്തിന്റെ ഒരു കൊമ്പ് എന്റെ മുറ്റത്തേക്ക് ഇങ്ങനെ ചാഞ്ഞു കിടക്കുന്നു യാ റസൂലല്ലാഹ്. അതിൽ നിന്നുള്ള ഈത്തപ്പനങ്ങൾ എന്റെ മുറ്റത്ത് വീഴുന്നത് കാണുമ്പോ ഞാൻ ജമാഅത്ത് കഴിഞ്ഞു ദുആ കഴിഞ്ഞു പോകുമ്പോ എന്റെ മക്കളെടുത്ത് തിന്നാലോ ഭയപ്പെട്ടുകൊണ്ട് ദുആഇന് നിൽക്കാതെ പോകുന്നതാണ് നബി. എന്നിട്ട് അബൂ ദുജാന തങ്ങൾ പറയുകയാണ്, നബിയേ, ഒരു ദിവസം രാവിലെ ജമാഅത്തിന്റെ ദുആ കഴിഞ്ഞിട്ട് ഞാനങ്ങ് വീട്ടിൽ പോകുമ്പോ എന്റെ ചെറിയ കുഞ്ഞിയറ ഒരു ഈത്തപ്പഴമങ്ങ് തിന്നിട്ട് അതിന്റെ പകുതി അംശം വയറ്റിലേക്ക് കടന്നു പോയിട്ടുണ്ട് യാ റസൂലല്ലാഹ്. ഞാൻ ചിന്തിച്ചു, നബിയേ,
അയൽവാസിയുടെ ഈത്തപ്പഴമരമല്ലേ അവൻ പൊരുത്തമില്ലാതെ എന്റെ മക്കള് തിന്നുന്നത്, എന്റെ കുട്ടിയുടെ വയറ്റിലേക്ക് അല്ല പൊരുത്തപ്പെടാത്തത് കയറിപ്പോയല്ലോ. ഞാനെങ്ങനെ ചിന്തിച്ചുകൊണ്ട് എന്ത് ചെയ്തുമെന്നറിയുമോ? 2 വയസ്സ് പ്രായമുള്ള എന്റെ കുഞ്ഞിന്റെ വയറ്റിലെ വായിലേക്ക് കൈയിട്ട് ഞാൻ ഛർദിപ്പിച്ചു യാ റസൂലല്ലാഹ്. ഇതങ്ങ് പറയുമ്പോ മദീനത്തെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ സ്വഹാബത്തിന്റെ കണ്ണിൽ നിന്ന് വെള്ളം ഒലിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് കരയുകയാണ്. 2 വയസ്സ് പ്രായമുള്ള കുഞ്ഞ് രാത്രി ഒന്നും കഴിക്കാത്തതിന്റെ പേരില് രാവിലെ ഒരു ഈത്തപ്പഴം കിട്ടിയപ്പോ അത് തിന്നുപോയല്ലോ. പക്ഷേ പടച്ച റബ്ബ് പൊരുത്തപ്പെടാത്തത് കൊണ്ട് എന്റെ മക്കളെ വയറ്റിലേക്ക് അത് പോകരുതെന്ന് ചിന്തിച്ച അബൂ ദുജാന റളിയല്ലാഹു അൻഹു അത് ഛർദിപ്പിച്ചങ്ങെടുത്തു. ഇതങ്ങ് പറയുമ്പോ റഹ്മത്തുൽ ലിൽ ആലമീൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, സഹാബത്ത് സമ്പന്നരീ സദസ്സിലുണ്ടല്ലോ, മദീനത്തെ 1-ാം നമ്പർ ഹോൾസെയിൽ ബിസിനസ്സുകാരനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുണ്ടല്ലോ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് മുതലാളിയാണെങ്കിലും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ദാരിദ്ര്യമുള്ള പാവപ്പെട്ട ഫക്കീറന്മാര് സ്വർഗത്തിൽ കടന്ന് 500 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് മുതലാളിമാർ സ്വർഗത്തിൽ കടക്കുന്നത്. കാരണം മുതലാളിക്ക് കണക്ക് പറയേണ്ടതുണ്ട്, മുതലാളിക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടതുണ്ട്. ലാ തുസാലു ഖദമ ഇബ്നി ആദമ ഹത്താ യുസ്അല അൻ ഖംസിൻ. 5 കാര്യം ചോദിച്ച് മറുപടി പറയാതെ കാല് നീക്കുക സാധ്യമല്ലല്ലോ. മുതലാളി കണക്ക് പറയേണ്ടതുണ്ട്. വഅൻമാലിഹി മിൻ അയ്ന ഇക്തസബഹു വഫീമ അൻഫഖാ. മോനെ, സമ്പത്ത് ഏത് വഴിയിലൂടെ വന്നതാണ്? സമ്പത്ത് എവിടെ നിന്ന് സമ്പാദിച്ചതാണ്? വട്ടിക്ക് വാങ്ങിയതാണോ? വഞ്ചിച്ച് വാങ്ങിയതാണോ? കൃത്രിമ നടത്തിയതാണോ? കണക്ക് റബ്ബിന്റെ മുന്നിൽ പറയേണ്ടതില്ലേ? ആ നിലയ്ക്ക് മുതലാളിമാർ സ്വർഗത്തിൽ കടക്കുന്നത് 500 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എന്റെ കൂടെ ഞാൻ സ്വർഗത്തിൽ കടക്കുമ്പോൾ 1-ാമതായി കടക്കുന്ന മഹാനാണ് കേട്ടോ. ആ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ സദസ്സിലുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സദസ്സിലുണ്ട്. സുഹൃത്തുക്കളെ, അവരൊന്നാകെയുള്ള സദസ്സിലോ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, ആ യഹൂദിയുടെ ഈത്തപ്പഴമരം വാങ്ങിയിട്ട് ഈ പാവപ്പെട്ട അബൂ ദുജാനക്ക് കൊടുക്കാൻ വല്ല മുതലാളിമാരുണ്ടോ? സഹാബത്ത് മത്സരിക്കുകയാണ്. ഞാനുണ്ട് യാ റസൂലല്ലാഹ്, ഞാനുണ്ട് യാ റസൂലല്ലാഹ്. ഉടനെ തന്നെ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുന്നിലേക്ക് അങ്ങ് ചാടുന്നു. ഞാനാ മരമങ്ങ് വാങ്ങിച്ചു കൊടുത്തു നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖമങ്ങ് പ്രസന്നമായി പോയി, സന്തോഷമായി പോയി. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഹലാലും ഹറാമില്ലാത്തൊരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ വേണ്ട. പടച്ച റബ്ബ് പൊരുത്തപ്പെടാത്തൊരു സ്വത്ത് നമ്മുടെ വയറ്റിൽ കടക്കണ്ട. നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ അതൊക്കെ എത്രമാത്രം സൂക്ഷിച്ചവരാണ് നിങ്ങൾ ആലോചിക്കണം സഹോദരന്മാരെ. ഈ അടുത്ത് നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ മഹാനായ നൂറുൽ ഉലമ എം.എ. ഉസ്താദ് അല്ലാഹു ദറജയേറ്റി കൊടുക്കുമാറാകട്ടെ. വഫാത്തിന് മുമ്പ് എല്ലാ മാസവും പമ്പയിലുള്ള ഇന്ത്യൻ ഹോസ്പിറ്റലിലേക്ക് വരാറുണ്ടായിരുന്നു. എല്ലാ മാസത്തിലും ചെക്കപ്പ് നടത്താറുണ്ടായിരുന്നു. അങ്ങനെ സുഹൃത്തുക്കളെ, ഒരു ദിവസം ചെക്കപ്പിന് വന്ന വിവരം അറിഞ്ഞപ്പോൾ
ഞാനും അതുപോലെ തന്നെ നമ്മുടെ പമ്പയിൽ ഉസ്താദും അടക്കമുള്ള ഒരുപാട് ആളുകൾ, കുറച്ചും ആളുകൾ ഉസ്താദിനെ കാണാൻ വേണ്ടി പോയപ്പോൾ സുഹൃത്തുക്കളെ, ഉസ്താദ് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങളോട് ചോദിക്കുകയാണ്, ഒരു ഹലാലായ ഈർക്കിലിന്റെ കഷ്ണം പല്ലിയിലേക്ക് ഇടാൻ കിട്ടുമോ? സുബ്ഹാനല്ലാഹ്, ഹലാലായ ഈർക്കിലിന്റെ കഷ്ണം പല്ലിയിലേക്ക് ഇടാൻ കിട്ടുമോ? സദസ്സിലുള്ള മുഅ്മിനീങ്ങളെ, നാട്ടിലൊരു മൗലിദ് കഴിഞ്ഞിട്ട് ചോറും കഴിച്ച് തിരിച്ചു പോകുമ്പോ മറ്റവന്റെ അന്യവന്റെ തെങ്ങിന്റെ ഓല എടുത്തുകൊണ്ട് അതിലിന്റെ ഈർക്കിലെടുത്തുകൊണ്ട് അവന്റെ സമ്മതമില്ലാതെ പല്ലിയിലേക്ക് കുത്തുന്ന പരിപാടി നമ്മൾക്കില്ലേ? അതൊരിക്കലും ഹലാലാകുമോ? മഹാനായ എം.എ. ഉസ്താദ് ചോദിക്കുകയാണ്, ഹലാലായ ഒരു ഈർക്കിലിന്റെ കഷ്ണം കിട്ടുമോ? ആ മഹാന്മാര് എത്ര ചിന്തിച്ചു, നമുക്കത് ചിന്തിക്കാൻ സമയമില്ലല്ലോ. സുഹൃത്തുക്കളെ, നമ്മുടെ അവസ്ഥ എന്താണ്? ഒരു കടയിലേക്ക്, ഒരു പീടികയിലേക്ക് കയറിയാൽ അവിടെ ഫ്രൂട്ട്സിന്റെ കടയാണെങ്കിൽ പിന്നെ പറയണ്ട, ദ്രാക്ഷി മുന്തിരിയൊക്കെ അവിടെ ഉണ്ടെങ്കിൽ ആ മുതലാളിയോട് ഒന്നും ചോദിക്കാതെ അതെടുത്ത് നാം ഇങ്ങനെ തിന്നുകയാണ്. ഒരു ജീൻസ് അങ്കടിയിൽ പീടികയിൽ കയറിയാൽ അവിടെ സാമ്പിളിന് വേണ്ടി അരിയും പയറും മറ്റും പലതൊക്കെ വെച്ചിട്ടുണ്ടാകും. അതൊക്കെ നാം എടുത്ത് തിന്നുകയാണ്. അതിന്റെ ഒരു മണി പോലും മുതലാളിയുടെ ആ പീഡിയക്കാരന്റെ പൊരുത്തമില്ലാതെ നമ്മുടെ വയറ്റിലേക്ക് കടന്നുപോയാൽ ആ ശരീരം നരകവുമായി ഏറ്റവും ബന്ധപ്പെട്ടതാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. സുഹൃത്തുക്കളെ, എത്ര ആളുകളാണ് പീടികയിലേക്ക് കയറിയാൽ അവരുടെ ആ ഭരണിയിലേക്ക് കൈയിട്ട് സാധനങ്ങൾ എടുത്തു തിന്നും ചോദിക്കൂല, ഫ്രൂട്ട്സുകൾ എടുത്തു തിന്നും ചോദിക്കൂല. പീഡിയക്കാരന്റെ സമ്മതമുണ്ടെങ്കിൽ പോലും അവനോട് ചോദിക്കാതെ തിന്നാൻ പാടില്ലെന്നാണ് മഹാന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. സുഹൃത്തുക്കൾ, ഇത് നാം ചിന്തിക്കാറില്ല. ഇങ്ങനെ എത്ര ഹറാമുകളാണ്, എത്ര ഹറാമുകളാണ് അല്ലാഹു പൊരുത്തപ്പെടാത്ത സ്വത്തുകൾ നമ്മുടെ വയറ്റിലേക്ക് നാം സ്വന്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സമ്പാദ്യങ്ങൾ ഹലാലായിരിക്കണം, അല്ലാഹു തആല പൊരുത്തപ്പെട്ടതാകണം. ഒരു മുഅ്മിനായ മുസ്ലിമായ മനുഷ്യൻ കുടുംബത്തെ പോറ്റാൻ വേണ്ടി, അതേ സുഹൃത്തുക്കളെ, ഭാര്യ മക്കളെ പോറ്റി വളർത്താൻ വേണ്ടി ആ നിലക്ക് അധ്വാനിക്കുമ്പോൾ നിയത്തുൽ മർഇ ഖൈറും മിൻ അമലിഹി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു മുഅ്മിനിന്റെ നിയത്ത്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ നിയത്ത് അവന്റെ അമലിനേക്കാൾ ഏറ്റവും ഖൈറാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള സമയങ്ങൾ ഹറാമിലൂടെ, പടച്ച റബ്ബ് പൊരുത്തപ്പെടാത്തതിലൂടെ ചെലവഴിക്കരുത് കേട്ടോ. മഹാനായ റഈസു സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു, അതാ സുഹൃത്തുക്കളെ, ഈ ലോകത്തിലുള്ള നിഅമത്തുകൾ കൈവിട്ട് ഓടിയവരാണ്, ഈ ലോകത്തുള്ള ഭൗതികമായ താല്പര്യങ്ങൾ ഒഴിവാക്കിയവരാണ്. ആ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ ഈ അതേ ഭൗതികമായ താല്പര്യങ്ങളൊക്കെ വിട്ടുകൊണ്ട് ഓടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉപദേശമായി ലോകത്തോട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലൊരുപാട് ഉപദേശങ്ങളെ കൂട്ടത്തിലോ ഒരു കാര്യം അവിടുന്ന് പറയുകയാണ്, ഇദാ റഅയ്തന്നാസ മുസ്തഖിലീന ബിതസീനി ളാഹിരിഹിം ഫസ്തഖിലൂ ബിതസീനി ബവാതിനികും. ആളുകളൊക്കെ അവരുടെ ശരീരത്തിന്റെ ബാഹ്യഭാഗങ്ങൾ, ആളുകൾ കാണുന്ന ഭാഗങ്ങൾ മിനുക്കാൻ വേണ്ടി നോക്കുമ്പോൾ, ശരീരത്തിന്റെ പുറം ഭാഗങ്ങൾക്ക് സൗന്ദര്യം കൂട്ടുമ്പോൾ, ഭംഗി കൂട്ടുമ്പോൾ, മോനെ നീ ചിന്തിക്കേണ്ടത് ഫസ്തഖിലൂ ബിതസീനി ഖുലൂബികും ബിതസീനി ബവാതിനികും. നിന്റെ ഹൃദയത്തിനെയാണ് നീ നോക്കേണ്ടത്. ഹൃദയം മിനുക്കാനാണ് നീ സമയം കണ്ടെത്തേണ്ടത്. നിന്റെ ലാഹിരിയായ പുറം ഭാഗങ്ങളിലേക്ക് അല്ലാഹു നോക്കുകയില്ല.
ലാ യൻദുറുല്ലാഹു ഇലാ സുവരിക്കും വലാ ഇലാ നിങ്ങളുടെ ശരീരത്തിലേക്കോ നിങ്ങളുടെ രൂപങ്ങളിലേക്കോ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നോക്കുന്നില്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, അല്ലാഹു തആല നോക്കുന്നത് നിങ്ങളുടെ ഖൽബിലേക്കാണ്, നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. അതുകൊണ്ട് ജനങ്ങളെ, നിങ്ങൾ ആളുകളൊക്കെ ബാഹ്യമായ ഭാഗങ്ങൾ മിനുക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം മിനുക്കാനാണ് നിങ്ങൾ സമയം കണ്ടെത്തേണ്ടത്. സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമ്മുടെ പുറം ഭാഗങ്ങൾ മിനുക്കുന്നതിന് വേണ്ടി ഒരു പെരുന്നാൾ വരുമ്പോ, ഒരു ആഘോഷം വരുമ്പോ എത്രയാ നാം ചെലവഴിക്കുന്നത്, എത്ര ക്യാഷ് കൊടുത്തിട്ടാ ഡ്രസ്സുകൾ വാങ്ങുന്നത്. ഒരു പെരുന്നാളിന്റെ സന്ദർഭങ്ങൾ വരുമ്പോൾ ആ കാലത്ത് ആ സമയത്ത് അതേ ഡ്രസ്സ് കടകളിൽ ചെലവഴിക്കപ്പെടുന്നത് പോലെ ഒരു സമയത്തും ചെലവഴിക്കപ്പെടാറില്ലല്ലോ. സഹോദരന്മാരെ, എന്തേ മുസ്ലിമീങ്ങൾ വലിയ നല്ല വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ വാങ്ങുന്നവരാണ്, നല്ല പാൻസുകൾ വാങ്ങുന്നവരാണ്, നല്ല ഷൂസുകൾ വാങ്ങുന്നവരാണ്, നല്ല വാച്ചുകൾ ഉപയോഗിക്കുന്നവരാണ്. എല്ലാവരുടെ വസ്ത്രത്തെക്കാളും എന്റെ വസ്ത്രത്തിന് ഭംഗി കൂടണമെന്ന് ഓരോരുത്തരും ചിന്തിക്കുകയാണ്. പെരുന്നാളിന് വസ്ത്രം വാങ്ങുമ്പോ അങ്ങനെയല്ലേ മോമിനികള്? എല്ലാവരുടെ ഡ്രസ്സിനേക്കാൾ എല്ലാരും നോക്കുന്ന ഡ്രസ്സ് എന്റേതാകണം, എല്ലാവരെ പാന്റുകളെക്കാൾ എന്റെ പാന്റിന് സൗന്ദര്യം കൂടണം, എല്ലാവരുടെ ഷൂസിനേക്കാൾ വിലയുള്ള ഷൂസ് എന്റേതാകണം. അതേ, എല്ലാവരുടെ ഹെയർ കട്ടിങ്ങുകളെക്കാൾ മനുഷ്യന്മാര് പ്രത്യേകമായി നോക്കുന്ന രൂപത്തിലോ മനുഷ്യനെന്ന് തോന്നിക്കാത്ത രൂപത്തിലോ എന്റെ ഹെയർ കട്ടിംഗ് ആകണം. സുഹൃത്തുക്കളെ, ഇത് ഓരോരുത്തരും ചിന്തിക്കുന്നതല്ലേ? ഈ നൂറ്റാണ്ടിലോ ആധുനിക കാലത്ത് നിങ്ങൾ നേരത്തെ കേട്ടതുപോലെ സുഹൃത്തുക്കളെ, ചെറുപ്പക്കാരുടെ ചില ട്രെൻഡുകളാണ്. മുടിയുടെ കട്ടുകൾ പറയേണ്ടതില്ല സഹോദരന്മാര്, താടിയുടെ കട്ടുകൾ പറയേണ്ടതില്ല. സുഹൃത്തുക്കളെ, 4-1 മുടി വെക്കുന്ന ഒരു പതിവാണ് സാധാരണ കാണുന്നത്. നമ്മളൊക്കെ പണ്ട് പഠിച്ചവരാണ്. തല തടകുമ്പോൾ ഹനഫി മദ്ഹബിൽ 4-1 തടങ്ങൽ നിർബന്ധമാണ്, 1/4 ഭാഗം തടകൽ നിർബന്ധമാണ്. ശാഫിഈ മദ്ഹബിൽ തലയിൽ നിന്ന് അല്പം തടകിയാൽ മതി. സുഹൃത്തുക്കളെ, 4-1 തടകണമെന്ന് പറഞ്ഞത് ചില ചെറുപ്പക്കാർ വിചാരിച്ചു പോയി 4-1 മുടിവെക്കലാണ് വേണ്ടത്. സഹോദരന്മാരെ, ഈ നിലയ്ക്ക് 4-1 ഭാഗം മുടി വെച്ചിട്ട് ചെറാപ്പല പോലെ ഇങ്ങനെ മേലോട്ടത് പൊന്തി നിന്നിട്ടുണ്ട്. സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി വിരോധിച്ച കാര്യമാണത്. നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖസഇ. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, ഖസഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു. എന്താണ് ഖസഇ? ഹൽഖു ബഅലിർ റഅസി വ തർകു ബഅലിഹി. തലയുടെ മുടിയിൽ നിന്ന് പകുതിയെടുത്ത് പകുതി ബാക്കി വെക്കലാണ് ഖസആണ്. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖസഅ വിരോധിച്ചിട്ടുണ്ടെന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. ഞാൻ ആ ഭാഗം വിശദീകരിക്കുകയല്ല. സഹോദരന്മാരെ, ആഘോഷങ്ങൾ വരുമ്പോൾ, കല്യാണങ്ങൾ വരുമ്പോൾ നമ്മുടെ ബാഹ്യമായ ഭാഗം മിനുക്കുന്നില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ സഹോദരിമാർ, അവർക്ക് എത്ര മിനുക്കിയാലും പോരാ. ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഒരു സമയം നാം പറയുകയാണെങ്കിൽ ഒരു 2 മണിക്കൂർ കൂടുതൽ മുമ്പ് നാം അവരോട് പറയേണ്ടതുണ്ട്. കാരണം എന്തേ? അവർക്ക് ഇറങ്ങിത്തീരൂല. ഒരു പ്രാവശ്യം അങ്ങ് ക്രീം തേക്കാൻ വേണ്ടി ഓടണം, മറ്റൊരു പ്രാവശ്യം സുഹൃത്തുക്കളെ പൗഡർ തേക്കാൻ വേണ്ടി പോകണം. ഇങ്ങനെ പല നിലക്കുള്ള മേക്കപ്പുകൾ ഉണ്ടാക്കി, ഫാഷനുകൾ ഉണ്ടാക്കി, അതേ സുഹൃത്തുക്കളെ അങ്ങാടിയിലൂടെ ബജാറിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന അലമാരികളെ പോലെ മുസ്ലിം സഹോദരിമാർ ബാഹ്യങ്ങൾ മിനുക്കിക്കൊണ്ട്, പുറഭാഗങ്ങൾ മിനുക്കിക്കൊണ്ട് നടക്കുന്നത് കാണുന്നില്ലേ? മഹാനായ റഈസു സാഹിരീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ പറയുകയാണ്, ഇദാ റഅയ്തന്നാസ മുസ്തഗിലീന ബിതസീനി ലവാഹിരിഹിം ഫസ്തഗിലൂ ബിതസീനി ബവാതിനികും. ആളുകളൊക്കെ ബാഹ്യഭാഗങ്ങൾ മിനുക്കുമ്പോൾ മോനെ നീ ചിന്തിക്കേണ്ടത് നിന്റെ ഖൽബാണ്.
അള്ളാഹുവിന്റെ നോട്ടമുള്ള കൽബ്, ആ കൽബിന്റെ സൗന്ദര്യമാണ് നീ ചിന്തിക്കേണ്ടത്. സുഹൃത്തുക്കളെ, കൽബിനെ സംബന്ധിച്ച് ആർക്കാണ് ചിന്തയുള്ളത്? കൽബ് നന്നാകണമെന്ന ചിന്ത എനിക്കുണ്ടോ? സുഹൃത്തുക്കളെ, ഈ ഉപദേശം നിങ്ങൾക്ക് പറയുന്നതല്ല, ഇതെന്റെ സ്വന്തം നഫ്സിനോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് സ്വീകരിക്കാവുന്നതാണ്. സഹോദരന്മാരെ, ആ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ പിന്നെയും വീണ്ടും ഉപദേശിച്ചുകൊണ്ട് പറയുന്നു, വഇദാ റഅയ്ത الناس മുസ്തഖിലീന ബിഉയൂബിൻ നാസ് ഫസ്തഖിലൂ ബിഉയൂബി അൻഫുസികും. ആളുകളൊക്കെ ജനങ്ങളുടെ കുറ്റം കുറവും ഇങ്ങനെ നോക്കി നടക്കുമ്പോ നീ ചിന്തിക്കേണ്ടത് നിന്റെ സ്വന്തം കുറ്റം കുറവുകളാണ്. സഹോദരന്മാരെ, ഇന്ന് നമുക്ക് ആർക്കും സമയമില്ല നമ്മുടെ കുറ്റം കുറവും ചിന്തിക്കാൻ. ഇന്ന് മറ്റവന്റെ കുറ്റവും കുറവും ചിന്തിക്കാനാണ് നാം സമയം കണ്ടെത്തുന്നത്. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആളുകളൊക്കെ ജനങ്ങളുടെ കുറ്റവും കുറവും ഇങ്ങനെ അതിനെ നോക്കി നടക്കുമ്പോൾ നിങ്ങൾ നോക്കി നടക്കേണ്ടത് നിങ്ങളുടെ കുറ്റവും കുറവുകളുമാണ്. സഹോദരന്മാരെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നാം മറ്റുള്ളവരുടെ ഐബും കുറവും എന്തിനെ നോക്കണം? നമ്മുടെ സ്വന്തം തന്നെ ചിന്തിച്ചാൽ ധാരാളമില്ലേ? നാം മറ്റുള്ളവരെ എന്തിന് ഐബാക്കണം? ഈ കാലത്ത് പ്രത്യേകമായത് പറയേണ്ടതില്ല. നാം പരസ്യമായി ബാഹ്യമായി പറയുന്നില്ലെങ്കിലും നമ്മുടെ കയ്യിലുള്ള മൊബൈലാകുന്ന യന്ത്രത്തിൽ, സുഹൃത്തുക്കളെ, ഒരു സുപ്രഭാതത്തിൽ ഒരു മെസ്സേജ് നമ്മുടെ മൊബൈലിലേക്ക് വരുമ്പോ അതിന്റെ സത്യവും അസത്യവും മനസ്സിലാക്കാതെ, നേരും കളവും ചിന്തിക്കാതെ അത് അതേപോലെ തന്നെ ഫോർവേഡ് ചെയ്യുന്ന സുഹൃത്തുക്കളില്ലേ, സഹോദരന്മാരില്ലേ? സഹോദരന്മാരെ, ഞാൻ ചോദിക്കട്ടെ, ഒരു പണ്ഡിതനെ സംബന്ധിച്ചോ, ഒരു പാവപ്പെട്ട സാധാരണ വ്യക്തിയെ സംബന്ധിച്ചോ എന്തെങ്കിലും ഒരു തെറ്റവൻ ചെയ്തതോ നിന്റെ മൊബൈലിലേക്ക് വരുമ്പോൾ നീ അതാ മറ്റുള്ളവരിലേക്ക് അത് പകർത്തുകയാണ്. ഒരുത്തന്റെ ഐബ് നീ മറ്റൊരുത്തനിലേക്ക് എത്തിക്കുകയാണ്. സുഹൃത്തുക്കളെ, അതേ സമയത്ത് നിന്റെ കുറ്റവും കുറവും ചിന്തിക്കാൻ നിനക്ക് സമയമില്ലല്ലോ. വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ എത്ര കള്ളത്തരങ്ങളാണ്, എത്ര ഐബുകളാണ്, എത്ര മറ്റവന്റെ ഗീബത്തുകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിമേ, മൻ സതറ ഐബൽ മുസ്ലിമി സതറല്ലാഹു ഐബഹു യൗമൽ ഖിയാമ. നാളെ പരലോകത്ത് വെച്ച് സുഹൃത്തുക്കളെ ഒരു സ്ഥലത്ത് നിൽക്കാനുള്ളവരാണ്. ആ സ്ഥലം അത് സാധാരണ സ്ഥലമല്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇന്നത്തെ ചൂടിന്റെ സെൽഷ്യസ് ഡിഗ്രി ഒന്ന് നോക്കിയാൽ 38 സെൽഷ്യസ് ഡിഗ്രി ഉണ്ടാകും, 35 ഉണ്ടാകും. അതേ മനുഷ്യന്മാരൊക്കെ പറയാൻ തുടങ്ങി, പടച്ചറബ് എന്തൊരു ചൂടാണ്, വെള്ളമില്ലല്ലോ, മഴയില്ലല്ലോ. അതേ ആളുകളൊക്കെ പറയാൻ തുടങ്ങിയില്ലേ? എന്നാൽ ഒരു ചൂടിൽ നിൽക്കാനുള്ളവരാണ്. ആ നിലം അതാ മണ്ണിന്റെ നിലമല്ല, അവിടെയുള്ള നിലം മാർബിളല്ല, ഗ്രാനൈറ്റുകളല്ല, സുഹൃത്തുക്കളെ ചെമ്പിന്റെ നിലമാണ്. അതേ സമയത്ത് സുഹൃത്തുക്കളെ ഒരു ചാണ് കതിർ മുകളിൽ സൂര്യൻ ഉദിക്കുകയാണ്. ഈ സമയത്ത് എത്രയോ കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള സൂര്യന്റെ ചൂട് സഹിക്കാൻ കഴിയാത്ത മനുഷ്യന്മാരോ സുഹൃത്തുക്കളെ ഒരു ചാണ് കതിർ മുകളിൽ ഉദിക്കുമ്പോൾ സൂര്യന്റെ ചൂട് താങ്ങാൻ കഴിയാതെ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്നു. മുട്ടുവരെ കുളിക്കുന്നവരുണ്ട്, അതേ നടുവരെ കുളിക്കുന്നവരുണ്ട്, കഴുത്ത് വരെ മുങ്ങുന്നവരുണ്ട്. നാം അതൊക്കെ കേട്ടവരാണ്. സുഹൃത്തുക്കളെ, അതൊരു ദിവസമാണോ 2 ദിവസമാണോ? അല്ലല്ലോ. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. സുഹൃത്തുക്കളെ, ഒരു ദിവസമുള്ള ജീവിതമല്ല, 1000 വർഷമല്ല, 100,000 വർഷങ്ങളാണ്. ആ മഹ്ശറയിലുള്ള ഒരു ദിവസം അറിയുമോ? ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. ഒരു ദിവസത്തിന്റെ ദൈർഘ്യം 50,000 വർഷം. ദുനിയാവിലെ 50,000 വർഷമാണ് മഹ്ശറയിലെ ഒരു ദിവസം. കേട്ടോ, നിങ്ങളൊന്ന് നോക്കൂ.
ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് ഇന്ന് വരെ കണക്ക് കൂട്ടിയാൽ ഒരു 10,000 വർഷം പോലും തികഞ്ഞിട്ടില്ലല്ലോ. മഹ്ശറയിലെ ഒരു ദിവസം അറിയുമോ? ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. സഹോദരന്മാരെ, ഒരു ദിവസത്തിന്റെ ചൂട്, ഒരു ദിവസത്തിന്റെ ദൈർഘ്യം അതേ 50,000 വർഷത്തിന്റെ ദൈർഘ്യമാണെന്ന് അതാ ഹദീസിലൂടെ നമ്മെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു. ആ പടച്ച റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ അതാ സതറല്ലാഹു ഐബഹു യൗമൽ ഖിയാമഹ. ആ ഭൗതികമായ ലോകത്ത് മറ്റുള്ള മുസ്ലിമിന്റെ ഏതെങ്കിലും ഫോൾട്ടുകൾ നിന്റെ മൊബൈലിലേക്ക് വരുമ്പോ, ഈമാനുള്ള ചെറുപ്പക്കാരാ, നിനക്കത് മായ്ക്കാൻ കഴിഞ്ഞുവെങ്കിൽ നിന്റെ മുഴുവൻ ഐബുകളും നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഡിലീറ്റ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് ചെറുപ്പക്കാരാ പറയട്ടു, മഹാനായ ഇബ്രാഹിം അദ്ദേഹം തങ്ങളെ ഉപദേശമാണ്, ഇദാ റഅയ്തന്നാസ് മുസ്തഖിലീന ബിഉയൂബിന്നാസ്, ആളുകളുടെ കുറ്റവും കുറവും നോക്കി നടക്കുമ്പോ ഫസ്തഖിലൂ ബിഉയൂബി അൻഫുസിക്കും, നിങ്ങളെ ശരീരത്തിന്റെ കുറവുകളൊന്ന് നോക്കൂ. പടച്ച റബ്ബേ, ഞാൻ നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി, പക്ഷേ ഒരു 2 റക്അത്ത് നിസ്കാരം പോലും റബ്ബിനെ മാത്രം ഓർമ്മിച്ച് നിസ്കരിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ. ഒരു പേജ് ഖുർആനോത്ത് മഖ്റജ് ഒപ്പിച്ചോതാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ. സാലിഹീങ്ങളൊക്കെ ഹദ്ദാദ് ചൊല്ലുമ്പോ, സാലിഹീങ്ങളൊക്കെ ഖുർആൻ ഓതുമ്പോ, സാലിഹീങ്ങളൊക്കെ സലാത്ത് ചൊല്ലുമ്പോ എന്റെ ജീവിതത്തിൽ അതൊന്നും ഉണ്ടായില്ലല്ലോ. ഒരു ദിവസത്തെ ഹദ്ദാദ് പോലും ഞാൻ ചെല്ലില്ലല്ലോ. നിങ്ങളെ സ്വന്തം ശരീരത്തെ നിങ്ങൾ ചിന്തിച്ചോ. ഇബ്രാഹിം തങ്ങളെ വസിയത്താണ് കേട്ടോ. മൂന്നാമതായി പറയുകയാണ്, വഇദാ റഅയ്തന്നാസ മുസ്തഖിലീന ബിതസീനി ബസാതീനിഹിം ഫസ്തഖിലൂ ബിതസീനിൽ ഖുബൂർ. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അവറുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പ നിമിഷത്തിനകം ഇൻഷാ അല്ലാഹ് നമ്മുടെ വേദിയിൽ എത്തിച്ചേരും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ വേദിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചു തരുമാറാവട്ടെ. കന്യാന ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്, ഇൻഷാ അല്ലാഹ് ഇപ്പൊ തന്നെ എത്തിച്ചേരും. അല്ലാഹു എത്തിച്ചു തരുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ആ ദൂരെ നിൽക്കുന്നവരൊക്കെ സദസ്സിലേക്ക് കയറി വരിക. ദൂരെ നിൽക്കുന്ന മോമിനികളൊക്കെ സദസ്സിലേക്ക് കടന്നു വരിക. ഇവിടെ ഇരിക്കാൻ വേണ്ടി പ്രത്യേകമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ വളണ്ടിയർമാർ. അതുകൊണ്ട് അത് നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു മൂന്നാമതായി ഉപദേശിക്കുകയാണ്, വൈദാ റഅയ്തന്നാസ മുസ്തഖിലീന ബിതസീനി ബസാതീനിഹിം, ആളുകളൊക്കെ അവരുടെ ഭൗതികമായ താല്പര്യങ്ങളും ഭൗതികമായ ബിസിനസ്സുകൾ ഇങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ, അതിനുവേണ്ടി സമയം കണ്ടെത്തുമ്പോൾ, ഫസ്തഖിലൂ ബിതസീനിൽ ഖുബൂർ, ഒരു തട്ടുള്ള വീട്ടുകാരൻ 2 തട്ടാക്കാൻ വേണ്ടി ചിന്തിക്കുമ്പോ, ഒരു ബിൽഡിംഗുള്ള മനുഷ്യനെ 2ആക്കാൻ വേണ്ടി ചിന്തിക്കുമ്പോ, ഒരു ബിസിനസ് ഉള്ളവനെ 2ആക്കാൻ വേണ്ടി ചിന്തിക്കുമ്പോ, മക്കൾക്കും കുടുംബത്തിനും ധാരാളം സമ്പാദിച്ചു വെക്കാൻ വേണ്ടി ചിന്തിക്കുമ്പോ, മഹാനായ ഇബ്രാഹിം ഇബ്രാഹിം തങ്ങൾ പറയുകയാണ്, ഫസ്തഖിലൂ ബിതസീനിൽ ഖുബൂർ, മോനെ നിന്റെ മേലിൽ അതാ നിസ്കരിച്ചുകൊണ്ട്, നിന്നെ കുളിപ്പിച്ചുകൊണ്ട്, കഫൻ ചെയ്തിട്ട് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരും പറഞ്ഞു, പടച്ച റബ്ബിന്റെ പേരും പറഞ്ഞു നിന്നെ ഖബറിലേക്ക് അങ്ങ് ഇറക്കുന്നു. ആ ഇറക്കിയിട്ട് കൂടെയുള്ള ആളുകള് മൂടുകല്ലും വെച്ചതിനു ശേഷം മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. മോനെ, നിന്നെ പടച്ചത് ഈ മണ്ണിൽ നിന്നാണ്, മണ്ണിലേക്ക് നിന്നെ മടക്കപ്പെടുകയാണ്, ഇവിടെ നിന്ന് നിനക്കൊരു യാത്രയുണ്ട്. ഇതങ്ങ് ചൊല്ലിയിട്ട് ആളുകളൊക്കെ നിന്റെ ഖബറിലേക്ക് മണ്ണും വാരിയിട്ട് തിരിഞ്ഞു പോകുമ്പോൾ അതാ വരുന്നു, ഇദാ ജാഅകൽ മലക്കാനിൽ മുഅക്കലാനി ബിക, നിന്നെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട 2 മലക്കുകൾ വരുന്നു. കണ്ടാൽ പേടിയുള്ള മലക്കുകളാണ് സുഹൃത്തുക്കളെ. ആ മലക്കുകൾ വന്നിട്ട് ഐക്കലാക്ക, നിന്നവരതാ ഉണർത്തുകയാണ്, അജ്ലസാക, നിന്നവർ ഇരിപ്പിക്കുകയാണ്, എന്നിട്ട് വസഅലാക, നിന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഈ ഒരു സന്ദർഭം നിനക്ക് വരാനുണ്ടല്ലോ. ആ സന്ദർഭത്തിൽ ഖബറിലൊന്ന് നന്നായി കിടക്കണ്ടേ. ഭൗതിക ലോകത്തെ എസിയിൽ കിടന്നവനല്ലേ, എസിയിൽ കിടക്കുന്നത് വിരോധമില്ല. പക്ഷേ ആധുനിക ലോകത്ത്, ഈ ഭൗതികമായ ലോകത്ത് എസിയിൽ കിടക്കുമ്പോ ഖബറിലേക്കും ഒരു എസി ഇവിടെ തന്നെ റെഡി ചെയ്യണ്ടേ. ആ എസിയാണ് മോനെ നീ തയ്യാറ് ചെയ്യേണ്ടത് കേട്ടോ. ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ ഉപദേശിക്കുകയാണ്, ആ നിലക്ക് നിന്നെ ഖബറിൽ കൊണ്ടുപോയി കിടത്തുന്നൊരു രംഗമുണ്ട്, അവിടെ രക്ഷപ്പെടാമെന്ന് ആർക്കും തോന്നേണ്ടതില്ല. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ അതാ ഖബർസ്ഥാനിൽ കൊണ്ടുപോയി ഖബറടക്കിയതിനു ശേഷം അവിടെ ഇരിക്കുന്നു. ഇരുന്നിട്ടതാ കരച്ചൽ തുടങ്ങിപ്പോയി. സഹാബത്തിനോട് പറയുകയാണ്, സബ്ബിഹൂ വഹല്ലിലൂ, തസ്ബീഹ് ചൊല്ലൂ സഹാബികളെ, ദിക്റ് ചൊല്ലൂ സഹാബികളെ. സഹാബത്ത് തസ്ബീഹ് തുടങ്ങിപ്പോയി, സഹാബത്ത് തഹ്ലീൽ തുടങ്ങിപ്പോയി. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം പ്രസന്നമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കാൻ തുടങ്ങുന്നു. ചിരിക്കുമ്പോഴേക്ക് സ്വഹാബത്ത് ചോദിച്ചു പോയി, നബിയെ എന്തിനാ കരഞ്ഞത്, എന്തിനാ തസ്ബീഹ് പറഞ്ഞത്, എന്തിനാ ചിരിച്ചത് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങളെ കൂട്ടുകാരനായ സഅദിനെ ഖബറിലങ്ങ് കിടത്തിയപ്പോൾ ഖബറിന്റെ 4 ഭാഗങ്ങളും വന്ന് അണച്ചുകൂട്ടി പിടിച്ചുപോയി. സഅദിന്റെ എല്ലുകൾ പൊളിയുന്നത് ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടു. സ്വഹാബത്തേ, നിങ്ങളങ്ങ് തസ്ബീഹ് ചൊല്ലുമ്പോ, നിങ്ങളങ്ങ് ദിക്റ് ചൊല്ലുമ്പോ സഅദ് റളിയല്ലാഹു അൻഹുവിനെ ഖബർ വിട്ട് കളഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലൗ നജാ അഹദും മിൻ ലഗ്തത്തിൽ ഖബരി ലനജാ സഅദ് ഇബ്നു മുആദ്. ഖബറിന്റെ അദാബിൽ നിന്ന്, ഖബറിന്റെ ഇടുക്കത്തരത്തിൽ നിന്ന് ഒരാൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ആ മഹാനായ സഅദ് ഇബ്നു മുആദ് രക്ഷപ്പെടുമായിരുന്നു. എല്ലാവരും എണിച്ചു നിൽക്കുക. ബഹുമാനപ്പെട്ട പേരുടെ ഉസ്താദ് അവറുകൾ. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع.
സഹോദരന്മാരെ, നാം ഏവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ബഹുമാനപ്പെട്ട ശൈഖുനാ പേരോട് ഉസ്താദ് അവറുകൾ നമ്മുടെ വേദിയിൽ